സൗത്ത് കൊറിയയിലെ ഡേ ഇൻ ലൈഫ് ചെയ്തൂടെ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് അപ്പോൾ ആ മെസ്സേജ് ചെയ്തവർക്കാണ് ഈ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് അലാം ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങുന്നത് ഒരു വല്ലാത്തൊരു സുഖം തന്നെ അല്ലേ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല മഞ്ഞാണ്. അങ്ങനെ രാവിലത്തെ ചായ കുടി, കാരണം ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ്, ഡിന്നർ കഴിച്ചില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പുറത്തിറങ്ങി നേരെ സൈക്കിൾ എടുത്ത് കമ്പനിയിലോട്ടേക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സൗത്ത് കൊറിയയിൽ വന്നിട്ടാണ് മഞ്ഞിൻ മുകളിലൂടെ സൈക്കിൾ യാത്ര എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. എത്ര മഞ്ഞായാലും വർക്കൗട്ട് ചെയ്യുന്നതിൽ യാതൊരു മാറ്റവും ഇല്ലാത്തതാണ് കൊറിയക്കാർ. അതിന് അവർക്ക് ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. അങ്ങനെ നേരെ കമ്പനിയിൽ സൈക്കിളും പാർക്ക് ചെയ്ത് നേരെ ഡ്യൂട്ടിയിലോട്ടേക്ക്. ഡ്യൂട്ടിയിലുള്ള വിശേഷങ്ങൾ അധികം എനിക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റില്ല, കാരണം അതിൻ്റെതായ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്നാലും ഞാൻ കുറച്ചൊക്കെ പകർത്തിട്ടോ. അങ്ങനെ രാവിലെ ഓരോ 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് 10 മിനിറ്റ് ബ്രേക്ക് വരും. അപ്പോൾ ആ ബ്രേക്ക് കിട്ടുന്നത് വല്ലാത്തൊരു സുഖം തന്നെയാണ്. ആ ബ്രേക്കിന് വേണ്ടി 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ നേരെ രാവിലെ ആദ്യത്തെ ബ്രേക്ക് എത്തി. അങ്ങനെ ബ്രേക്ക് നോക്കുമ്പോഴേക്കും ദേ കിടക്കുന്നു മഞ്ഞ് മൂടിയ മലകൾ. അടുത്ത് തന്നെ ഒരു ചെറിയൊരു പീക്ക് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി നോക്കാൻ നല്ല രസമാണ്. പിന്നെ നേരെ താഴേക്ക് ഇറങ്ങി നമ്മുടെ സ്ഥിരം കോഫി സ്പോട്ടിലേക്ക്. അങ്ങനെ ഇവിടെ ഒരു 10 മിനിറ്റ് കിട്ടുന്ന ആ ഒരു രസം വേറെ തന്നെയാണ്. അങ്ങനെ കോഫിയും കുടിച്ച് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നേരെ വർക്കിലോട്ടേക്ക് വീണ്ടും കയറുമ്പോഴാണ് നമ്മൾ കൊറിയക്കാരുടെ മഞ്ഞേറ് കണ്ടത്. അതൊന്ന് കണ്ടാലോ നമുക്ക്. തണുപ്പായതുകൊണ്ട് തോമസിന് നല്ലപോലെ വേദനിച്ചെന്ന് തോന്നുന്നു. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബ്രേക്ക് വരുന്നത് നമ്മുടെ ലഞ്ചിലേക്കാണ്. അപ്പം ആ ലഞ്ച് എന്താണെന്ന് കൂടി ഞാൻ പറയാം. ഇത് കിംചി, അതായത് പുളിപ്പിച്ച കാബേജ്. ഇത് താമരയുടെ ഇതള്, സോയാ സോസും തേനൊക്കെ ചേർത്തത്. ഇത് ഫ്രഷ് വെജിറ്റബിൾ, ചുവന്ന മുളക് സോസിൽ വേവിച്ച റൈസ് കേക്ക്, സീവീഡ് കൊണ്ട് റോൾ ചെയ്ത ഗ്ലാസ് നൂഡിൽസ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് സൂപ്പ്. ഏതൊരു മീൽസിലും സൂപ്പ് മസ്റ്റാണ്. ഇന്ന് നമുക്ക് കിട്ടിയ സൂപ്പ് മഷ്റൂം സൂപ്പാണ്. അത് കൂടുതലും ബോഡി വാമാവാനും നമുക്ക് ഉപയോഗിക്കും. അങ്ങനെ എല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ ഒരു പിടി പിടിച്ചു. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറിയൻ ഫുഡ്. ആദ്യം മുതൽ തന്നെ ഇഷ്ടപ്പെട്ടു. ചില ആൾക്കാർ ഒന്നും കഴിക്കില്ല. ലഞ്ച് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഒരു 20 മിനിറ്റും കൂടി ഉണ്ട്. അതായത് 40 മിനിറ്റാണ് ലഞ്ച് ബ്രേക്ക്. അപ്പം നമുക്ക് ഇതിനടുത്തുള്ള ഒരു ചെറിയ പാർക്കുണ്ട്. അപ്പം മഞ്ഞ് വീണ ആ പാർക്കൊന്ന് പോയി കണ്ടാലോ. Schoolyard swings, quiet as forgotten things. Cold hands tucked inside my coat, dreams I kept too small to know. 1:40 ബ്രേക്ക് ആകുമ്പോഴേക്കും മഞ്ഞൊക്കെ മെൽട്ടായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂറും കൂടി കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടിയും കഴിഞ്ഞു. അങ്ങനെ 4 മണിക്ക് പഞ്ചൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. സൗത്ത് കൊറിയയിൽ വന്നത് തൊട്ട് എൻ്റെ കൂടെ കൂടിയ എൻ്റെ ചങ്ക് ബ്രോ ആണ് ഈ സ്കോട്ട് സബ്ക്രോസ്. ഒരുപാട് സ്ഥലങ്ങൾ ഇവനെയും കൊണ്ട് ഞാൻ ചവിട്ടി താണ്ടിയിട്ടുണ്ട്. സൈക്ലിങ് എൻ്റെ ഒരു ഹരം കൂടിയാണ്. ഇത് ഞാൻ സ്ഥിരം പോകുന്ന റൂട്ടല്ലെങ്കിലും എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു കാമായി വാമായി എല്ലാം കൊണ്ടും ഒരു പീസായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ റൂമിലെടുത്ത് ലെറ്റർ ബോക്സ് നോക്കുമ്പോഴാണ് എനിക്കൊരു അവാർഡ് കിട്ടിയതായിട്ട് കാണുന്നത്. അവാർഡ് എന്താണെന്ന് റൂമിൽ കയറി നോക്കാം. അപ്പം എന്തായാലും ഇൻഷാ അല്ലാ നമുക്കപ്പം ഇന്നത്തെ ഒരു ഡേ ലൈഫ് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നന്നാക്കാൻ നോക്കി. പക്ഷെ നന്നായില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.